കേരള രാഷ്ട്രീയം ഇന്നൊരു നിർണായക സന്ധിയിലാണ്. തുടർച്ചയായ രണ്ടാം തവണയും ഭരണത്തിലേറെ ഇടത് മുന്നണിക്കെതിരെ ശക്തമായ വികാരം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുമ്പോഴും ആ വോട്ടുകൾ കൃത്യമായി UDF-ലേക്ക് എത്തുന്നില്ല എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശശി തരൂർ എന്ന ആഗോള പ്രതിച്ഛായുള്ള നേതാവിനെ കേരള രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് പ്രതിഷ്ഠിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡ് നീക്കങ്ങൾ നടത്തുന്നത്. വെറുമൊരു MP എന്ന നിലയിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തിക്കാട്ടാവുന്ന തരത്തിലുള്ള തരൂരിനെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യാദൃശ്ചികമല്ല. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-നെ അധികാരത്തിൽ എത്തിക്കാൻ തരൂരിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് പ്രിയങ്ക ഗാന്ധി ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കടുത്ത ആഭിമുഖ്യമില്ലാത്ത എന്നാൽ വികസനത്തിലും ആധുനികതയിലും താല്പര്യമുള്ള വലിയൊരു വിഭാഗം വോട്ടർമാർ കേരളത്തിലുണ്ട്. തരൂർ ഫാക്ടർ ഈ വോട്ടുകളെ സ്വാധീനിക്കാൻ പ്രാപ്തമാണ്. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ശശി തരൂരിനുള്ള സ്വീകാര്യത മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിനേക്കാളും മുകളിലാണുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ലോകവീക്ഷണവും യുവാക്കളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരമേഖലകളിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. നഗരങ്ങളിലെ അഭ്യസ്തവിദ്യരായ വോട്ടർമാരെ തിരികെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ തരൂരിന് കഴിയുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. വയനാട്ടിൽ നടക്കുന്ന കോൺക്ലേവിൽ ശശി തരൂർ പങ്കെടുക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ വെച്ച് നടക്കുന്ന ഇത്തരം പരിപാടികൾ തരൂരിനെ വടക്കൻ കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ കൂടുതൽ പരിചിതനാക്കാനും സഹായിക്കും. KC വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ തരൂർ ഇത്തരം വേദികൾ ഉപയോഗിക്കുന്നത് പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ഉറപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും തരൂരിനോട് വലിയ താല്പര്യമുണ്ടെന്നത് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിൽ BJP നേടിയ വോട്ട് വിഹിതത്തെക്കുറിച്ച് തരൂർ നടത്തിയ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനുള്ളിലെ ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവ് നൽകിയിട്ടുമുണ്ട്. സർക്കാരിനെ മടുത്ത ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ മാറ്റം BJP-യിലേക്ക് വഴിമാറിപ്പോയത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലെ പോരായ്മകൾ കൊണ്ടാണെന്ന തരൂരിന്റെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. 2024 തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സംഘടനയിലെ പാളിച്ചകൾ അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരുന്നു. നഗരപ്രദേശങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ വേണ്ടത്ര സജീവമാകാത്തതും ആന്തരിക തർക്കങ്ങൾക്കും BJP ഗുണകരമാക്കി. ഈ തിരിച്ചറിവാണ് തരൂരിനെ കൂടുതൽ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ച പാതി BJP എന്ന ആരോപണത്തെ തരൂർ വളരെ തന്ത്രപരമായാണ് നേരിട്ടത്. തന്റെ പുസ്തകങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ച് അപൂർണമായ അറിവ് വെച്ചാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു. താൻ ഒരു ഹിന്ദുവാണെന്ന് പറയുന്നതും ഹിന്ദുത്വ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നതും രണ്ടാണെന്ന് അദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ബൗദ്ധികമായ പോരാട്ടം നടത്തുന്ന ചുരുക്കം നേതാക്കളിൽ ഒരാളാണ് തരൂർ എന്ന് വിസ്മരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഈ ആക്രമണം. ശശി തരൂരിന്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് അത്ര സുഗമമാകില്ല എന്നതാണ് വസ്തുത. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിലുള്ള വടംവലികളിൽ തളച്ചിട്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനൊന്നിലും പെടാതെ തരൂർ പെട്ടെന്ന് അധികാര കേന്ദ്രത്തിലേക്ക് വരുന്നത് മുതിർന്ന നേതാക്കൾക്ക് ദഹിക്കാനിടയില്ല. VD സതീശൻ, K സുധാകരൻ തുടങ്ങിയ നേതാക്കൾ സംസ്ഥാനത്ത് സജീവമാകുമ്പോൾ തരൂർ ഒരു സൂപ്പർ പവറായി മാറുന്നത് അധികാര തർക്കങ്ങൾക്കും വഴിവെച്ചേക്കാം. നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ സുരക്ഷിതമായ മണ്ഡലങ്ങൾ തരൂരിന് ലഭിക്കുമോ എന്നതും ചോദ്യചിഹ്നമാണ്. വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ പോലുള്ള മണ്ഡലങ്ങളാണ് പരിഗണനയിൽ ഉള്ളതെങ്കിലും അവിടെ ഗ്രൂപ്പ് കളിയിലൂടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമം നടക്കുമോ എന്ന ഭീതി അണികൾക്കിടയിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ വികസനത്തിലും തൊഴിലവസരങ്ങൾക്കും മുൻഗണന നൽകുന്നു. വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ തരൂർ എടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന് വികസന നായകൻ എന്ന പരിവേഷം നൽകിയിട്ടുമുണ്ട്. ആഗോള തലത്തിലുള്ള വിദേശ നിക്ഷേപകരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ തരൂരിനെ പോലുള്ള ഒരാൾക്ക് കഴിയുമെന്നത് വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അവിടെ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലെ വലിയൊരു വിഭാഗം യുവ നേതാക്കൾക്കും അണികൾക്കുമുണ്ട്. വടക്ക് മുതൽ തെക്ക് വരെ തരൂരിനെ പ്രചാരണത്തിനായി ഇറക്കിയാൽ അത് എല്ലാ മണ്ഡലങ്ങളിലും ഗുണം ചെയ്യും. വർഗീയതയ്ക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശബ്ദമുയർത്തുന്ന തരൂരിന് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ എളുപ്പത്തിൽ കഴിയും. ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് കോൺഗ്രസിൽ ഒരു പുത്തൻ ഉണർവ് നൽകുമെന്നതിലും സംശയമില്ല. എന്നാൽ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് വൈരാഗ്യങ്ങളുമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള വലിയ കടമ്പകൾ. പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണയും ജനങ്ങളുടെ സ്വീകാര്യതയും ഉണ്ടെങ്കിൽ കേരളത്തിലെ സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായി തരൂരിനൊപ്പം നിർത്താൻ ഹൈക്കമാൻഡിന് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിന്റെ ഭാവി. തരൂർ മുന്നോട്ട് വയ്ക്കുന്ന ആധുനിക കേരളം എന്ന സ്വപ്നം വോട്ടർമാർ ഏറ്റെടുത്താൽ കേരളം അടുത്ത തവണ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കും.